ബീവറേജസ് കോർപ്പറേഷൻ വെർച്വൽ ക്യൂ തയ്യാറാക്കാനായി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ചുള്ള ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഞാൻ ഉന്നയിച്ചത്. അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും കാട്ടി എന്നുള്ള എന്റെ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ബഹുമാനായ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം മുഴുവൻ ഞാൻ കണ്ടു. അർദ്ധസത്യങ്ങളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമാണ് അതിൽ മുഴുവൻ നിറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ അടഞ്ഞുകിടക്കുന്ന ബാറുകളിൽ അടഞ്ഞുകിടക്കുന്ന ബിയർ വൈൻ പാർലറുകളിൽ ചില്ലറയായി വിദേശ മദ്യം വിൽക്കാനുള്ള തീരുമാനമെടുത്തതിന് ശേഷം ഈ വെർച്വൽ ക്യൂ സമ്പ്രദായം കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചത് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വേണ്ടിയുള്ളതാണ്. വാസ്തവത്തിൽ എല്ലാ നടപടിക്രമങ്ങളിലും കൃത്രിമം കാട്ടി CPM-ന്റെ ഒരു സഹയാത്രികന്റെ കമ്പനിക്ക് നൽകാനുള്ള തീരുമാനമാണ് ഇവർ എടുത്തത്. ഈ കമ്പനിയുടെ ഫെയർ കോഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഞാൻ പേര് പറയുന്നില്ല. ആ വ്യക്തിയെ, ആ കമ്പനിയെ തെരഞ്ഞെടുത്തത് നടപടിക്രമങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കമ്മിയാണ്. ഈ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു ഫൈനാൻഷ്യൽ ബിഡിൽ പറഞ്ഞിരുന്നത്, ടെക്നിക്കൽ ബിഡിലും പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് പറയാറുള്ളത്. അതിന്റെ മുഴുവൻ കോപ്പി എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കാവുന്നതാണ്. ഒന്ന്, സ്കെയിലബിൾ പ്രൊഡക്റ്റ് കയ്യിലുള്ളവർക്ക് പ്രയോറിറ്റി എന്നാണ്. ഇതുപോലെ ഇത് വെർച്വൽ ക്യൂ സമ്പ്രദായം നടപ്പാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആപ്പ് തയ്യാറാക്കി കൈവശമുള്ളവർക്ക് മുൻഗണന എന്നാണ് ഉള്ളത്. അങ്ങനെ വെർച്വൽ ക്യൂ നടത്തി പരിചയമുള്ള അത്തരം ആപ്ലിക്കേഷൻസ് കയ്യിലുള്ള കമ്പനികളെ പൂർണ്ണമായി തടഞ്ഞുകൊണ്ടാണ് ഒരു പരിചയമില്ലാത്ത ഒരു കമ്പനിക്ക് കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ സ്കെയിലബിൾ പ്രോഡക്റ്റുകൾ കയ്യിലുള്ളവർ, മുൻകാല പരിചയമുള്ളവർക്ക്, ആപ്പ് കയ്യിലുണ്ടായിരുന്നവർക്ക് അവർക്ക് കൊടുക്കാതെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടുള്ള, പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു സ്വജനപക്ഷപാതത്തിന്റെ കഥയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ വോട്ട് ചെയ്ത മറ്റ് 28 പേരുണ്ടായിരുന്നു, അതിൽ 5 ആയി ചുരുങ്ങി. ഈ 5-ൽ തന്നെ മറ്റ് കമ്പനികൾ, ഈ ഫെയർ കോഡ് അല്ലാത്ത കമ്പനികൾ പറഞ്ഞു, ഞങ്ങൾ 4 ദിവസം കൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്ത് തരാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫെയർ കോഡ് പറഞ്ഞു ഞങ്ങൾക്ക് 7 ദിവസം വേണം. അവസാനം 14 ദിവസം എടുത്തു ഇവർക്കിത് ഗൂഗിളിന്റെ അംഗീകാരം കൊടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ. എന്ന് വൈകുന്നേരമായപ്പോൾ 14 ദിവസം. നേരത്തെ സ്കെയിലബിൾ പ്രോഡക്റ്റ് ആപ്പ് കയ്യിലുണ്ടായിരുന്നവർ, ആപ്പ് പുതുതായി സൃഷ്ടിക്കേണ്ടി വന്നവർക്കും ഒരേ മാർക്കറ്റ് പോയി വന്നു. എന്റെ കയ്യിലുണ്ടത്. ഒരേ മാർക്കറ്റ് കൊടുത്തു. ആ ഒരേ മാർഗ് 2 പേർക്കും എങ്ങനെ ഇട്ടു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവിടെയാണ് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകുന്നത്. അങ്ങനെ 2 പേർക്ക് ഒരേ മാർഗ്. അതാണ് സെലക്ഷനിലുള്ള അപാകത. അതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. നേരത്തെ മുൻപരിചയമില്ലാത്ത, ഒരു ആപ്ലിക്കേഷൻ തയ്യാറാകാത്ത ഒരു കമ്പനിയെയാണ് ഇവർ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ആരോ ചോദിച്ചു, സ്റ്റാർട്ടപ്പുകൾക്ക് എന്തിനാണ് മുൻപരിചയം? പിന്നെന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷനിൽ
എഴുതി ചേർത്തത്? സ്കെയിലബിൾ പ്രോഡക്റ്റുകൾ കയ്യിലുള്ളവർക്ക് പ്രയോറിറ്റി എന്ന് എന്തിനാണ് നിങ്ങൾ എഴുതി ചേർത്തത്? ഇത്തരം ആപ്പുകൾ കയ്യിലുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കാമെന്ന് നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ വാദം ഉന്നയിക്കുന്നത്. അങ്ങനെ കണ്ടീഷൻ എഴുതി വെക്കുകയും ആ സ്കെയിലബിൾ പ്രോഡക്റ്റ് മീൻസ് അത്തരം മുൻകാല പരിചയം മുൻകാലത്ത് തയ്യാറാക്കിയിട്ടുള്ള ആപ്പുകൾ കയ്യിലുണ്ടായിട്ടുണ്ട്, അവർക്ക് പരിഗണന കൊടുക്കാതെ രണ്ടുപേർക്ക് ഒരേ മാർഗത്തിൽ ഈ ഫെയർ കോഡിനെ തെരഞ്ഞെടുക്കാനായി മുന്നോട്ട് വന്നത് അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിനകത്ത് 50 പൈസ ഇവർക്ക് ലഭിക്കുന്നു എന്നാണ്. ബെർക്കോ പറഞ്ഞത് എന്താണ്? ഇന്നലത്തെ പത്രക്കുറിപ്പിൽ പറഞ്ഞത്, കാർ ഉടമകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന 50 പൈസയിൽ 1 പൈസ പോലും ഫെയർ കോഡിന് പോകുന്നില്ല എന്നാണ്. ഇന്നിപ്പോ മന്ത്രിക്ക് തിരുത്തി പറയേണ്ടി വന്നു. ഇപ്പോൾ മന്ത്രി പറയുന്നു ഫെയർ കോഡിന്റെ ഓരോ SMS-നും 15 പൈസ വീതം പോകണം. അവിടെയാണ് അഴിമതി ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ബിഡിംഗിൽ നമ്മൾ ആ ബിഡിംഗ് നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാം. ബിഡിംഗിൽ പങ്കെടുത്ത ഓരോ കമ്പനികളും വ്യത്യസ്തമായ റേറ്റാണ് SMS-ന് ചുമത്തിയത്. ഇതിൽ 2 കമ്പനി 1 പൈസയും വേണ്ടാന്ന് പറഞ്ഞു. ഈ ബിഡിംഗിൽ പങ്കെടുത്ത 5 കമ്പനികളിൽ 2 കമ്പനി SMS-ന് ഞങ്ങൾക്ക് ചാർജ് വേണ്ട എന്ന് പറഞ്ഞു. ഈ ഫെയർ കോഡ് എന്ന് പറയുന്ന കമ്പനി 12 പൈസയാണ് ആവശ്യപ്പെട്ടത്. 12 പൈസ ആവശ്യപ്പെട്ട ഫെയർ കോഡിന് വാത്സല്യവും താല്പര്യവും കാരണം 15 പൈസ ആക്കി കൊടുത്തു. അവര് ചോദിച്ച അവര് ചോദിച്ചത് 12 പൈസയാണ് എന്റെ കയ്യിലുണ്ട്. 12 പൈസ ചോദിച്ചവന് 15 പൈസയാക്കി നിശ്ചയിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എവിടെയാണ് കാര്യങ്ങൾ പോകുന്നത്? കേരളത്തിൽ 1200 ഔട്ട്ലെറ്റുകളിലാണ് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂകൾ ഉണ്ടാകാൻ പോകുന്നത്. ഒരു ദിവസം 1000 കൂപ്പൺ, ഒരു ദിവസം 1000 കൂപ്പണുകൾ ഡെയിലി ഒരു ദിവസം ഉണ്ടാവും. 350 ദിവസമാണ് ഇത് പ്രവർത്തിക്കുന്നത്. 365 350 ദിവസമാണ് ഈ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 6 കോടി രൂപയാണ് ഈ ഫെയർ കോഡിന് SMS എന്ന് പറഞ്ഞ് ലഭിക്കുന്നത്. ഇതിൽ SMS ചാർജ് വേണ്ടെന്ന് ഒരു കമ്പനി പറഞ്ഞു. അവരെ പരിഗണിച്ചില്ല. അവരെ പരിഗണിക്കാതെയാണ് 12 പൈസ കൂട്ടി ചെയ്തവർക്ക് 15 പൈസ കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ 15 പൈസ വെച്ച് ഇവർക്ക് ഒരു വർഷം SMS ചാർജിൽ മാത്രം ഇവർക്ക് കിട്ടാൻ പോകുന്നത് 6 കോടി രൂപയാണ്. ഇതില് ഒരു SMS-ന് 15 പൈസ എന്നുള്ളത് ആരാണ് തീരുമാനിച്ചത്? അത് വ്യക്തമാക്കണം. ആരാണ് തീരുമാനിച്ചത്? ഇവിടെ ടെലികോം കമ്പനികളുമായിട്ട് ധാരണയുണ്ടാക്കിയാൽ SMS-ന് വളരെ കുറഞ്ഞ നിരക്കിൽ വേണമെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഈ കമ്പനിക്ക് കഴിയും. കാരണം അവർക്ക് ബൾക്കായി കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ SMS റേറ്റ് കുറച്ചു കൊടുക്കാൻ പ്രൈവറ്റ് ടെലികോം കമ്പനികൾ തയ്യാറാവുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ ഒരു ലാഭം ഈ കമ്പനിക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ ടെലികോം കമ്പനികളുമായി കരാറുണ്ടാക്കി കോടികൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഈ ഫെയർ കോഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ SMS-ന്റെ ഫൈനാൻഷ്യൽ ക്രൈറ്റീരിയ ഈ കാര്യമേ പറഞ്ഞിരുന്നില്ല. ബാക്കി വരുന്ന 50 പൈസയും ബാക്കി വരുന്ന ഈ 15 കഴിഞ്ഞാൽ 35 പൈസ. ആ 35 പൈസയെ സംബന്ധിച്ച് ഒരു സുതാര്യതയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ അത് വ്യക്തമായില്ല.
ആ ഇടപാട് അതെന്തുകൊണ്ട് ആ 35 പൈസ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നില്ല. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് 2.84 ലക്ഷം രൂപ മാത്രമേ ഫെയർകോഡ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുന്നുള്ളൂ. രണ്ട് കാര്യം കൂടി അവർ കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും 2 ലക്ഷം രൂപ മെയിൻ്റനൻസിന് കൊടുക്കുന്നു. മറ്റ് ചില കമ്പനികൾ മെയിൻ്റനൻസ് വേണ്ട, മെയിൻ്റനൻസ് ഫീസ് വേണ്ട എന്ന് പറഞ്ഞു. അത് കൺസിഡർ ചെയ്യുന്നില്ല. ട്രെയിനിങ്ങിന് 2000 രൂപ ഒരാൾക്ക് വെച്ച് വേണമെന്ന് ഇതിനകത്ത് പറയുന്നു. മറ്റു പല കമ്പനികൾ ട്രെയിനിങ്ങിന് പൈസ ചോദിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. അപ്പോൾ മറ്റു പല കമ്പനികളും SMS-ന് ചാർജ്, ഒരു കമ്പനി SMS-ന് ചാർജ് വേണ്ട എന്നുള്ളൂ. 2 കമ്പനികൾ മെയിൻ്റനൻസ് ചാർജ് ചോദിച്ചിട്ടില്ല. ആളുകളെ ട്രെയിൻ ചെയ്യുന്നതിന് പണം ചോദിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെയോ കമ്പനികളെയോ ഒഴിവാക്കിക്കൊണ്ട് 12 പൈസ ചോദിച്ച ഫെയർകോഡിന് 15 പൈസക്ക് തീരുമാനിച്ചു കൊടുക്കുന്നു. അവർക്ക് പ്രതിവർഷം 2 ലക്ഷം രൂപ മെയിൻ്റനൻസ് കൊടുക്കുന്നു. എംപ്ലോയി ഒന്നിന് ട്രെയിനിങ് കൊടുക്കാൻ 2000 രൂപ വെച്ച് കൊടുക്കുന്നു. ഇത്രയും വലിയ ആനുകൂല്യം ഈ കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യകത എന്താണ് എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിങ്ങനെ എക്സൈസ് വകുപ്പിനെതിരെ നിരന്തര ആരോപണം ഉന്നയിക്കുക. ഞാൻ ഉന്നയിച്ച ഒരാരോപണത്തിൽ നിന്ന് മന്ത്രി രക്ഷപ്പെട്ടിട്ടില്ല. ബ്രൂവറി ഡിസ്റ്ററി കേസ് ആണ് ഞാൻ ഉന്നയിച്ച ഏറ്റവും വലിയൊരു ആരോപണം. അവസാനം ഈ ഗവൺമെന്റിന് അത് പിൻവലിച്ച് കണ്ടം വഴി ഓടേണ്ട സാഹചര്യം ഉണ്ടായി. മന്ത്രി പറയട്ടെ, ഇല്ലേ എന്ന് മന്ത്രി പറയട്ടെ. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. എന്റെ കയ്യിൽ രേഖകളുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം ഉന്നയിക്കുന്നത്. കോവിഡിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം അഴിമതിയും സ്വജനപക്ഷപാതവും പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ജാള്യതയാണ് മന്ത്രി പറയുന്നത്. പ്രതിപക്ഷം വെറുതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കും. ഞാൻ വെറുതെയാണോ ആരോപിക്കുന്നത്? ഓരോന്നിനും തെളിവോട് കൂടിയാണ് ഞാൻ ഉന്നയിക്കുന്നത്. അപ്പോൾ ഫെയർകോഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് അനധികൃതമായ നിലയിലാണ് അവർക്ക് ഇതിന്റെ വെർച്വൽ ക്യൂ നടത്താനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് 50 പൈസ ഞാൻ കൊടുത്തുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിഷേധിച്ച ആളുകളാണ് ഇവിടെ. ഇപ്പോൾ 15 പൈസയിൽ എത്തിയിരിക്കുന്നു. ബാക്കി 35 പൈസ എവിടെയാണെന്ന് വ്യക്തതയില്ല. ഇനി വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മന്ത്രി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആ 35 പൈസ എവിടെ പോയത്. 15 പൈസ വ്യക്തമായി. അപ്പോൾ ഇതിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ്. ഈ അഴിമതി കണ്ടെത്തിയ മതിയാകും. എന്റെ കണക്കനുസരിച്ച് പ്രതിവർഷം 6 കോടി രൂപയിലധികം അഴിമതി SMS-ന് മാത്രം ഇവർക്ക് കിട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊന്നും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇക്കാലം അത്രയും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പന സർക്കാർ ഉടമസ്ഥയിലായിരുന്നു. ഇപ്പോൾ അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തു. മന്ത്രിയോട് പത്രരേഖ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ 20% കമ്മീഷനുണ്ട്. ആ 20% കമ്മീഷൻ മദ്യം വിൽക്കുമ്പോൾ കിട്ടുന്ന ആ കമ്മീഷൻ ബെർക്കോയ്ക്കാണ് പോകുന്നത്. ഇനി മുതൽ അത് ബാർ ഉടമകൾക്കായിരിക്കും പോകും. ബാർ ഉടമകൾക്കായി 20% പോകും. അപ്പോൾ ചുരുക്കത്തിൽ പൊതുമേഖലയായ ബെവറേജസ് കോർപ്പറേഷന്റെ അന്ത്യകൂദാശയായിരിക്കും ഈ നടപടിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും വലിയ അഴിമതി തന്നെയാണ്. കോവിഡിന്റെ മറവിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു അഴിമതിയുടെ യഥാർത്ഥ സ്വജനപക്ഷപാതത്തിന്റെയും വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി 2 ദിവസം എടുത്ത് മറുപടി പറയാൻ. 48 മണിക്കൂറിനകം അദ്ദേഹം പറഞ്ഞ മറുപടിക്കകത്ത് വസ്തുതകളില്ല. എന്റെ കയ്യിലുള്ള ഈ രേഖകൾ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് തികച്ചും ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത് യാതൊരു മര്യാദയും ഇല്ലാതെ നടത്തിയൊരു സ്വജനപക്ഷപാതമാണ്. ഇവർക്ക് 50 പൈസ കൊടുത്തുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 12 സമ്മതിച്ചു. ബാക്കി 35 കാര്യം പറയുന്നില്ല. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വേണം.
എന്നുള്ള ആവശ്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനി ഗവൺമെന്റ് സമ്മതിച്ചില്ല എങ്കിൽ മറ്റ് നിയമമാർഗങ്ങളെ പറ്റി ഞങ്ങൾ ആലോചിക്കേണ്ടി വരും എന്നാണ്. ഈ SMS ഫ്രീ ആയിട്ട് വേണം എന്നാണോ പറയുന്നത്? അല്ല, ഞാനതൊന്നും പറയുന്നില്ല. ഈ റിപ്പോർട്ടിനകത്ത് പറയും, ഇതിനകത്ത് 5 കമ്പനികൾ പറയുന്നതിനകത്ത് അവർ തന്നെ ഒരു കമ്പനി പറയുന്നുണ്ട് ഫ്രീ ആയിട്ട്. സർക്കാർ നിശ്ചയിച്ച റേറ്റാണ് ഈ 15 പൈസ. കഴിഞ്ഞ വർഷം 7-ാം മാസത്തിൽ ഇറക്കിയ ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് 15 പൈസ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഇത് മാത്രമല്ല, ബൾക്ക് SMS എല്ലാം 15 പൈസ എന്ന റേറ്റാണ്. ആ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അല്ല, ഒരു SMS റേറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്തു തരാന്ന് പറഞ്ഞാൽ അതുമല്ലേ? 12 പൈസ വോട്ട് ചെയ്താൽ 15 പൈസ കൊടുക്കുന്നത് രേഖകളുടെ അടിസ്ഥാനത്തെ ഞാൻ പറയുന്നത്. ഇതിലൊന്നും ഒരു അപാകതയില്ലെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ മദ്യം ഒഴിക്കുന്നേ ഇല്ല. ഇപ്പൊ ഇല്ല, കാരണം അടച്ചിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റൊരു ഗവൺമെന്റാണ്. 4 വർഷത്തെ കണക്കെടുത്താൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലെ LDF ഗവൺമെന്റ്. കണക്കുകൾ വേണേൽ കൊടുക്കാം. സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുകയാണ്. എന്നിട്ടാണ് വേറെ എന്തോ ഒരു പദ്ധതിയെ പറ്റി പറയുന്നത്. ആളുകളെ വിമുക്തിയാണോ നടപ്പാക്കുന്നത്? ഇതാണോ വിമുക്തി? ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിട്ടാണോ വിമുക്തി പദ്ധതി നടപ്പാക്കുന്നത്? അപ്പോൾ ഞാൻ രേഖകളുടെ നിങ്ങൾക്ക് ആർക്ക് വേണേലും കോപ്പി തരില്ല, നിങ്ങൾക്ക് ആർക്ക് വേണേലും പരിശോധിക്കാം. ഈ പരിശോധനയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. ഇന്നലെ പറഞ്ഞത് ഈ 50 പൈസ ഇവർക്ക് കൊടുക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇന്നലെ പുറത്ത് വന്ന അവിടുന്ന് വേറൊരു ഡോക്യുമെന്റ് പുറത്തു വന്നു. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ കൃത്യമായി കൊടുത്തിരിക്കുന്ന വർക്ക് ഓർഡറിൽ 2 ലക്ഷത്തി സംതിങ് രൂപയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് ഇവർക്ക് പണം കൊടുക്കുന്നു എന്നുള്ളത് ഗവൺമെന്റും ഈ കമ്പനിയും തമ്മിൽ ഉണ്ടാക്കിയ മറ്റെന്തെങ്കിലും എഗ്രിമെന്റ് കഴിയുന്നുണ്ടോ? അതെനിക്കറിയില്ല. അവർ 2 കാര്യം പറഞ്ഞല്ലോ. ഒന്ന് മെയിൻ്റനൻസ് ചാർജ് 2 ലക്ഷം, ട്രെയിനിങ്ങിന് ഒരാൾക്ക് 2000 വെച്ച് അത് കൊടുക്കുന്നു. ഇത് വേണ്ട എന്ന് പറഞ്ഞ മെയിൻ്റനൻസ് ചാർജ് വേണ്ടെന്ന് പറഞ്ഞ കമ്പനികളുണ്ട്. എന്താ അവർക്ക് കൊടുക്കാത്ത? അല്ല, അവർ ടെക്നിക്കൽ ഫീൽഡിൽ പിന്നെ ക്വാളിഫൈ ചെയ്തായിരുന്നു. 5 പേരിലൊരാളാണ്. ആ 5 പേരിൽ ഒരാൾ തന്നെ. 5 പേര് 5 കമ്പനികൾക്കും 5 അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പരിശോധിച്ചാൽ ഞാൻ തരാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സീഡിറ്റിന്റെ അവിടുത്തെ ബോംബെയിലെ ക്ലൗഡിലായിരിക്കുമല്ലോ ഇത് സ്റ്റോർ ചെയ്യും. ആമസോൺ ക്ലൗഡിൽ. അപ്പൊ അതിന്റെ എല്ലാവർക്കും ഇതൊക്കെ അല്ല, അതല്ല, അത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ചാർജ് ആരാ കൊടുക്കേണ്ടത്? അല്ല, അതിന്റെ ചാർജ് ആരായിരിക്കും? പൈസ കാര്യം അദ്ദേഹം എന്താ മിണ്ടാഞ്ഞേ? സ്പേസ് വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നൊക്കെ ആയിരിക്കുമല്ലോ. അത് പറയുമ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ വസ്തുതാപരമല്ലാതെ ഒരു കാര്യവും ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഈ കമ്പനികളെ എനിക്കറിയില്ല. ഈ രേഖയുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. SMS-ന് 0 ചാർജ് എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് നോക്കാം. ഈ 50 പൈസയും കമ്പനിക്ക് തന്നെ കൊടുക്കുന്നു എന്നുള്ള വാദത്തിൽ അങ്ങ് ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അല്ല, 15 ഞാനത് ആദ്യം പറഞ്ഞപ്പം പെപ്കോ പറഞ്ഞു 1 പൈസ കൊടുക്കുന്നില്ല. ഇന്നലെ നിങ്ങൾക്ക് കൊടുക്കുന്നു. ഇന്നലെ പെപ്കോ പറഞ്ഞു 1 പൈസ കൊടുക്കുന്നില്ല. ഇന്ന് ഏതായാലും സമ്മതിച്ചല്ലോ, 12 പൈസ കൊടുക്കുന്നു. അല്ല, 15 പൈസ. 12 പൈസ വോട്ട് ചെയ്തവർക്ക് 15 പൈസ കൊടുക്കുക. അപ്പൊ ഞാനതാ പറഞ്ഞത്, 150 ദിവസം ഇത് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നത്. അല്ല, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കോട്ട് ചെയ്തവർക്ക് കൊടുത്തു എന്നാണ് പ്രധാനപ്പെട്ട ന്യായം. അതിന് കൊടുത്താൽ വേറൊരു കമ്പനി കൊടുത്താൽ ആ കുറഞ്ഞ റേറ്റിനല്ല കോട്ട് ചെയ്താൽ പുതിയ ആരോപണം വരില്ലേ? ഒരാരോപണം വരില്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനും ഫുൾഫിൽ ചെയ്യാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച, വീണ്ടും ആവർത്തിക്കുന്നില്ല. സ്കെയിലബിൾ പ്രോഡക്റ്റ് വേണം. ഡെവലപ്മെന്റൽ ചാർജ്, ആപ്പിന്റെ ഡെവലപ്മെന്റൽ ചാർജ് വേണ്ട എന്ന് 2 കമ്പനികൾ പറഞ്ഞു. രേഖകളാണ്. അതുപോലെ തന്നെ സ്കെയിലബിൾ പ്രോഡക്റ്റ് കയ്യിലുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നോട് ആരോ പത്രപ്രവർത്തകരോട് ആരോ പറഞ്ഞു, സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് മുൻപരിചയമുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്തറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഈ സ്കെയിലബിൾ പ്രോഡക്റ്റ് എന്ന കൈവശമുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുമെന്ന് ഇതിൽ എഴുതിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു വലിയ അഴിമതി തന്നെയാണ്. മന്ത്രി എത്ര നിഷേധിച്ചാൽ ഇതിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും നാൾവഴികളാണ്. ഇത് പരിശോധിച്ചാൽ നമുക്ക്
ഏത് കമ്പനിയുടെ താല്പര്യമാണ്? എക്സൈസ് കമ്പനിയുടെ താല്പര്യമാണോ അതോ മറ്റേതെങ്കിലും കമ്പനിയുടെ താല്പര്യമാണോ? അതൊക്കെ നിങ്ങൾ പരിശോധിക്കും. അന്വേഷണം പറയുമ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണം? അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. ഇതിനെപ്പറ്റി ഇത് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിയമപരമായ നടപടികളുമായിട്ട് ഞങ്ങൾ കോടതി സമീപിക്കുകയാണെങ്കിൽ അത് പിന്നെ വേണ്ടി വരും. കാരണം ഇത് വസ്തുതാപരമായ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊന്നുമില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടു, ഒന്നുമില്ല, ഇരിക്കേണ്ട കാര്യമില്ല. ദിവസം എന്റെ ജോലി എപ്പോഴും ആരോപണം ഉന്നയിക്കുക. അഴിമതി കാട്ടിയാൽ, സ്വതന്ത്രപക്ഷപാതം കാട്ടിയാൽ, COVID-19 മറവിൽ ഇത്തരം ക്രമവിരുദ്ധമായ നടപടികൾ കാട്ടിയാൽ അത് തുറന്ന് കാണിക്കും. അത് അവസാനം ഗവൺമെന്റിന് പിൻവലിക്കേണ്ടി വരും. ഒരു സംശയം ഉണ്ടാക്കാനില്ല. സ്പ്ലിങ്കർ അഴിമതി ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ, അവസാനം എന്താ ഇപ്പൊ പിൻവലിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമല്ലാത്ത ഒരു കാര്യവും പ്രതിപക്ഷം ഉന്നയിക്കില്ല. ഞങ്ങൾ വസ്തുതകളുടെ വെളിച്ചത്തിലാണ്, തെളിവുകളുടെ പിൻബലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഏതറ്റം വരെയും അതിന് ലോജിക്കൽ കൺക്ലൂഷൻ എത്തിക്കാൻ വേണ്ടി പോകും. അതൊക്കെ മന്ത്രി പറഞ്ഞില്ലല്ലോ. മന്ത്രി അങ്ങനെയുള്ള കാര്യം ഒന്നേ ഉണ്ടിയില്ലല്ലോ. കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. കഴിഞ്ഞിട്ട് അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അല്ല, ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് വേറെ വല്ല വിഷയമാണ്. അല്ലല്ല, ഇതിൽ തന്നെ ഈ ബാറുടമകളുമായി ബന്ധപ്പെട്ട് ഈ മദ്യതത്തിന് അവരെ കൂടെ തെരഞ്ഞെടുത്തത് ബാറുകൾ കൂടെ ഉൾപ്പെടുത്തിയത് ഈ സർക്കാർ ബാറുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ ചർച്ചയോ അഴിമതി എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം കേരളത്തിൽ 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് ഗവൺമെന്റ് ഉടമയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഗവൺമെന്റ് വിദേശ മദ്യത്തിന്റെ ചില്ലറ വ്യാപാരം സ്വകാര്യവൽക്കരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി നിലപാടാണ് പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നയപരമായ തീരുമാനമാണ്. അത് നമുക്കറിയാം, നോക്കാം. നമ്മൾ ഈ 4 കമ്പനികളുടെ ടെക്നിക്കൽ ബിഡ് അത് ഓപ്പൺ ആവാതിരുന്നതിന് എന്തൊക്കെ ക്രൈറ്റീരിയ ആണെന്നുള്ളതിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്ങനെ ഞാൻ കാണിച്ചില്ല. ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഇത് പരിശോധിക്കാനാണ്. അല്ല, അങ്ങ് വായിച്ചാൽ മതി. എനിക്കൊന്നും അറിയേണ്ട കാര്യം. ഞാൻ ഈ കമ്പനികളെ 4 കമ്പനികളെ നമ്മൾ 5 കമ്പനികളെ ക്രമരഹിതമായി ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണല്ലോ അങ്ങയുടെ പ്രധാന ആരോപണം. വന്നിട്ടുള്ള അപാകതയാണ് ഞാൻ ഈ ചൂണ്ടിക്കാണുന്നത്. അന്വേഷണം നടക്കട്ടെ. ഒരു അന്വേഷണം നടക്കുന്നത് തന്നെ പുറത്തുവരും. അല്ല, 4 കമ്പനികളെ ക്രമരഹിതമായി ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നാണ് അങ്ങയുടെ പത്രസമ്മേളനത്തിന്റെ ഡിസ്ക്വാളിഫൈ ചെയ്തൊന്നും ഞാൻ പറഞ്ഞില്ല. അവർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതിനകത്ത് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അതെ, എന്താണ് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ? അത് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വായിക്കാം. അത് ഡിസ്ക്വാളിഫൈ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ താല്പര്യം അല്ലാണ്ട് ഒരാൾ ഫ്രീ ആയിട്ട് SMS ചാർജ് എനിക്ക് വേണ്ട, മെയിൻ്റനൻസ് ചാർജ് വേണ്ട. അല്ല, അപ്പൊ കോട്ടയിരിക്കുന്ന തുക കൂടുതലായി കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പൊട്ടിയിരിക്കുന്ന തുക ഇതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന് വായിക്കാമോ? ഞാൻ തരാം. അല്ല, അങ്ങനെ ഏറ്റവും കുറഞ്ഞ കമ്പനിക്ക് കൊടുക്കാനുള്ള യോഗ്യതയില്ലാത്ത കമ്പനിയാണിത്. അവിടെയാണ് എന്റെ പ്രശ്നം. ലോവസ്റ്റായിട്ട് അതുപോലെ റിപ്പോർട്ട് ചെയ്യാത്ത അതിന് അർഹതയില്ലാത്ത 4 ദിവസം കൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു. ഇത് 14 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. സ്കെയിലബിൾ പ്രോഡക്റ്റ് അങ്ങനല്ല. സ്കെയിലബിൾ പ്രോഡക്റ്റ് കയ്യിലുള്ളവർക്ക് പ്രയോജനം കൊടുക്കുന്നു. എവരുടെ കയ്യിൽ ഒരു ആപ്പില്ല. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർ ഇത് ശരിയാക്കുന്നത്. അപ്പോൾ ഇതിന് യാതൊരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കമ്പനിയാണ്. അവരോട് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കോട്ട് ചെയ്തെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാകുന്നില്ലല്ലോ. ഇപ്പൊ 14 ദിവസം എടുത്തില്ലേ. കോമ്പറ്റ് ചെയ്യുന്ന മറ്റേ എവര് പറഞ്ഞ മറ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ, അല്ലാണ്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ബോധപൂർവ്വം ലോവസ്റ്റ് വോട്ട് ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിലേക്കാണല്ലോ വരുന്നത്. അതിലേക്കാണല്ലോ അത് വരുന്നത്. മറ്റ് 4 കമ്പനികൾ വോട്ട് ചെയ്യുന്ന തുക എത്രയാണെന്ന് അത് പരിശോധിക്കാം. പറഞ്ഞാൽ മതി.